അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ STC-Pay അതായത് ഈ ATM കാർഡ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ATM കാർഡ് ഡെലിവറി ചെയ്യാനുള്ള അഡ്രസ്സ് എങ്ങനെ സെറ്റ് ചെയ്യാം. ലെമഡിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ STC-Pay ATM കാർഡ് ഇന്നാണ് കേട്ടോ ഡെലിവറി ആയത്. കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ചാനലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് STC-Pay എന്നൊരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെ നിർമ്മിക്കാം, അതോടൊപ്പം തന്നെ ഈ ATM കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഈ ATM കാർഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനം, അതായത് ക്യാഷ് ബാക്കിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും STC-Pay ഒരു അക്കൗണ്ട് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇതുപോലെ ATM കാർഡ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ 4 ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ നിങ്ങൾക്കും അപ്ലൈ ചെയ്തിട്ട് ഈ ATM കാർഡ് നിങ്ങൾക്കും സ്വന്തമാക്കാൻ കഴിയും. നല്ല ക്യാഷ് ബാക്ക് ആണ് ഇപ്പോൾ ഈ ഒരു ATM കാർഡ് വഴി നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ എവിടെ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും ഈ ATM കാർഡ് ഉപയോഗിച്ച് നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ATM കാർഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചിരുന്നു. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മോട് ഒരിക്കലും നമ്മുടെ അഡ്രസ്സ് അവർ ആവശ്യപ്പെടുന്നില്ല. അതായത് ഈ ATM കാർഡ് ഏത് അഡ്രസ്സിൽ ഡെലിവറി ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ല. പിന്നീട് നമ്മോട് ആവശ്യപ്പെടുന്ന സമയം എന്ന് പറയുന്നത് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് അറമിക്സിന് ഒരു മെസ്സേജ് വരും. അതായത് ചില സമയത്ത് കോളും വരും. കോൾ വരികയാണെങ്കിൽ ആ കോളിൽ നമുക്ക് നമ്മുടെ അഡ്രസ്സ് ഡെലിവറി ചെയ്യേണ്ട അഡ്രസ്സ് ഏതെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഒരു സാധാ ടെക്സ്റ്റ് മെസ്സേജ് ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. അതായത് അറമിക്സിൻ്റെ വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അപ്പോൾ അവിടെ നിങ്ങളുടെ ആദ്യം തന്നെ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ ആ മൊബൈൽ നമ്പർ നൽകി കഴിഞ്ഞിട്ട് അതിൻ്റെ OTP കൊടുത്തിട്ട് അതൊന്ന് രജിസ്റ്റർ ചെയ്യട്ടോ. നിങ്ങൾ നേരത്തെ അറമിക്സിൽ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വെരിഫൈ വരും. അപ്പം ആദ്യമായിട്ടുള്ള ആളുകളാണെങ്കിൽ മൊബൈൽ നമ്പറൊക്കെ ഒന്ന് നൽകിയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ ഞാൻ എൻ്റെ ലിങ്ക് ഓൾറെഡി ഇപ്പോൾ വർക്ക് ആവുന്നില്ല കേട്ടോ. കാരണം എൻ്റെ ATM കാർഡ് ഓൾറെഡി ഡെലിവറി ചെയ്തുകൊണ്ട് തന്നെ ആ ലിങ്ക് ക്യാൻസൽ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് നേരത്തെ എടുത്തു വെച്ചതാണ്. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് നമ്മുടെ സൈഡിൽ കാണിക്കട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പണായി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഹലോ പിന്നീട് കുറച്ച് മെസ്സേജുകളൊക്കെ കാണാം. അതിന് തൊട്ടതായ കാണാം ഡെലിവറി എന്ന് കാണിക്കാം, അത് സെൽഫ് പിക്കപ്പ് എന്ന് കാണിക്കാം. സെൽഫ് പിക്കപ്പ് എന്ന് കാണിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഡെലിവറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇപ്പോൾ എനിക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് എനിക്ക് കാണിക്കാൻ കഴിയില്ല, കാരണം എൻ്റെ ഓൾറെഡി വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ കണ്ട ആ രീതി എന്ന് പറയുന്നത് ഡെലിവറി എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ എനിക്ക് അറമിക്സിൽ ഇത് ഒരുപാട് ഡെലിവറി വന്നതുകൊണ്ട് തന്നെ എൻ്റെ അഡ്രസ്സുകളൊക്കെ അതിലുണ്ടായിരുന്നു. എൻ്റെ ഒരു 3-4 അഡ്രസ്സ് ഉണ്ടായിരുന്നു. അതിൽ പ്രൈമറി അഡ്രസ്സായിട്ട് എനിക്ക് ഇപ്പോൾ ഡെലിവറി ചെയ്യേണ്ട അഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തു. ആ അഡ്രസ്സിലേക്കാണ് എനിക്ക് വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ്സ് സെറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ പേര്, സ്ഥലം, അതായത് പിന്നെ നിങ്ങളുടെ ബ്ലോക്ക്, റോഡ് നമ്പർ, ബിൽഡിംഗ് നമ്പർ ഇതൊക്കെ കറക്റ്റായിട്ട് നൽകുക. എന്നിട്ട് അതിൽ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സിൽ തന്നെ നിങ്ങൾക്ക് ഡെലിവറി ആവും. ഇനി സെൽഫ് പിക്കപ്പ് എന്നതിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള അറമിക്സ് ഏതാണോ അത് സെലക്ട് ചെയ്താൽ ആ ബ്രാഞ്ചിൽ നിങ്ങൾക്ക് പോയിട്ട് അതിൽ സമയം കാര്യങ്ങൾ കാണിക്കും. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് അത് ആ ഓഫീസിൽ പോയി നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും. പിന്നെ അതിന് തൊട്ട് താഴെ കാണുന്നത് നിങ്ങളുടെ എത്ര ഗ്രാമാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതിലൊന്നും കാര്യമായിട്ട് നോക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ATM കാർഡ് നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിൽ തന്നെ സാധനം 1-2 ദിവസം കൂടി തന്നെ സംഭവം ഡെലിവറി ആവും. അപ്പോൾ ഗൈസ് ഈ അറമിക്സിൻ്റെ ഈ ഒരു കവറിലാണ് കേട്ടോ ഇത് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലെ ഒരു കവറായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്തായിരുന്നു നമ്മുടെ ATM കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ATM കാർഡ് ഇതാണ്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ബുക്കുണ്ട് കേട്ടോ. അതായത് ഈ ഒരു ബാങ്ക് വഴി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഫ്രീ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ, അതായത് നമുക്ക് നമ്മുടെ ബഹ്റൈനിൽ നിന്നും നമ്മുടെ ബഹ്റൈൻ ദിനാർ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ അയക്കാനുള്ള സംവിധാനം ഫ്രീ ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിലുള്ളത്. പിന്നെ ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ATM കാർഡ് രജിസ്റ്റർ ചെയ്യേണ്ട രീതിയാണ് ഈ കൊടുത്തത്. അപ്പോൾ ഇത് സ്കാൻ ചെയ്താൽ കറക്റ്റായിട്ട് അറിയാൻ കഴിയും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കാണിക്കാട്ടോ എൻ്റെ ഈ ATM കാർഡ് ഞാനിനി രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. രജിസ്റ്റർ ചെയ്തിട്ട് ATM പിൻ ഇതിൽ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആയിട്ട് വരും എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ് വരുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മുടെ STC-PAY എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. തുടർന്ന് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ 4 അക്ക പിൻ നമ്പർ നൽകിയിട്ട് നമ്മളിവിടെ ഓപ്പൺ. അപ്പോൾ ഗൈസ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ലോ ബാലൻസ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇതിൽ
1 വീഡിയോ ബാലൻസ് ഉള്ളത് കൊണ്ടാണ് ലോ ബാലൻസ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യാം. പിന്നീട് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കാം. ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് STC-PAY എന്ന ഈ ATM കാർഡ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയിലേക്കുള്ള റേറ്റ് 218.76 കേട്ടോ. സെൻഡിങ് ചാർജൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇപ്പോഴുള്ള ഇതിൽ വന്നിട്ടുള്ള ഈ ഓഫറുകളൊക്കെ വളരെ അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ATM കാർഡ് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെ നോക്കാം. ഏറ്റവും താഴെ ഹോം പേയ്മെൻറ്റ് കാർഡ് എന്ന് കാണാം. അതിൽ കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ രണ്ടാമത്തെ ഫിസിക്കൽ കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ കാണുന്ന ആക്റ്റീവ് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ATM കാർഡിലെ ലാസ്റ്റ് 4 ഡിജിറ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ATM കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അവസാനം കാണുന്ന ആ 4 അക്ക നമ്പർ ഇവിടെ ഞാൻ ഡയൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡയൽ ചെയ്തു. എന്നിട്ട് ഞാൻ കൺഫേം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കൊരു OTP ഇടുക. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്ത STC-PAYയിൽ രജിസ്റ്റർ ചെയ്ത ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത ആ ഒരു നമ്പറിലേക്കായിരിക്കും OTP കേട്ടോ. എന്നിട്ട് ആ OTP ആണ് നമ്മൾ ഇവിടെ നൽകേണ്ടത്. ഓക്കെ, ആ ഒരു കോഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കോഡ് ഇവിടെ ഡയൽ ചെയ്യാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ആ കോഡ് ഇവിടെ ഡയൽ ചെയ്തപ്പോൾ തന്നെ അത് ഓക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതാണ് എൻ്റെ ATM പിൻ കേട്ടോ. ഏറ്റവും മുകളിലായിട്ട് കാണിക്കുന്ന ഈ നമ്പറാണ് എൻ്റെ ATM പിന്ന്. അപ്പോൾ തന്നെ നമുക്ക് അത് സെറ്റ് ചെയ്യേണ്ട മെസ്സേജൊക്കെ നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജായിട്ട് ഫോണിലേക്ക് വരുന്നതാണ്. പിന്നെ അതിന് തൊട്ടതായ കൺഫേം എന്ന് കാണും. കൺഫേം എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ATM പിൻ പെർമനൻ്റ് ആയിട്ട് പിന്നെ ഇതായിരിക്കും. പിന്നീട് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ. പക്ഷേ ഇനി തൊട്ട് താഴെ കാണാം ചേഞ്ച് പിൻ നൗ എന്ന്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിൻ നമ്പർ ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചേഞ്ച് പിൻ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പിൻ നമ്പർ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ പിൻ നമ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ വന്നപ്പോൾ ഇവിടെ ആദ്യം ചോദിക്കുന്നത് എൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റൽ ഓഫ് യുവർ ഫിസിക്കൽ കാർഡ്. അതായത് നമ്മുടെ ATM കാർഡിലെ ബാക്ക് സൈഡിൽ കാണുന്ന ലാസ്റ്റിലുള്ള 4 പിൻ നമ്പറായിട്ട് ഇവിടെ ഡയൽ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാനത് ഡയൽ ചെയ്തു. ഇനി എൻ്റർ ന്യൂ പിൻ. ഗൈസ്, ഞാൻ എൻ്റെ പുതിയ പിൻ നമ്പറൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഓക്കെ എന്നതിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു സെക്യൂരിറ്റി ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ATM പിൻ നമ്പറൊന്നും ആർക്കും ചേഞ്ച് ചെയ്യരുത്, പിന്നെ മറ്റുള്ള ആരെങ്കിലും ഫോൺ വിളിച്ച് ചോദിച്ചാൽ ഒന്നും കൊടുക്കരുത് എന്നൊക്കെയാണ് അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് നൽകുകയാണ്. അപ്പോൾ വീണ്ടും എന്നോട് വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്തിട്ട് എൻ്റെ നമ്പറിലേക്ക്. അപ്പോൾ അത് വെരിഫൈ ചെയ്താൽ ക്ലിയർ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. ഗൈസ്, ഞാൻ പിൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെരിഫൈ ആകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് ലോഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, സക്സസ് കാർഡ് പിൻ അപ്ഡേറ്റഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ, എല്ലാം ഓക്കെ. ഇപ്പം എൻ്റെ ATM കാർഡിനും പിൻ നമ്പറായി. നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ എൻ്റെ വെൽക്കം നിസാമുദ്ദീൻ എടക്കഞ്ചേരി എന്നുള്ളതിന് തൊട്ട് താഴായിട്ട് നമുക്കൊരു എൻ്റെ ATM കാർഡിൻ്റെ ഫിസിക്കൽ കാർഡ് എന്നുള്ള ഒരു ചിത്രമായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ അവിടെ ഒരു മാറ്റം വന്നിട്ടോ. എൻജോയ് എക്സ്ക്ലൂസീവ് ക്യാഷ് ബാക്ക് ആൻഡ് ഓഫർ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ 3% അറ്റ് STC-PAY പാർട്ട്ണർ 3%, അല്ലാതെ 2%, 1%, അങ്ങനെ ഒരുപാട്, പിന്നെ 2 × ഡബിൾ യുവർ ക്യാഷ് ബാക്ക് അറ്റ് ദ എൻഡ് ഓഫ് എവറി മന്ത്, അങ്ങനെ ഒരുപാട്. ഏറ്റവും മുകളിൽ നോക്കിയാൽ കാണാൻ കഴിയും അപ് ടു 6 ക്യാഷ് ബാക്ക് ഓൺ യുവർ STC-PAY കാർഡ്. 6% വരെ ക്യാഷ് ബാക്ക് കൊടുക്കുന്ന ഓഫറുകൾ ഈ ATM കാർഡ് ഉപയോഗിച്ച് നമുക്ക് നേടാൻ കഴിയും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ STC-PAY, അതായത് ഈ ATM കാർഡ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ATM കാർഡ് ഡെലിവറി ചെയ്യാനുള്ള അഡ്രസ്സ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ലേമേടെക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ